ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും വിശുദ്ധ ദിവസം വേർതിരിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനെ, അനിത കൊച്ചമ്മ, അവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ടതാണ്. കാരണം അച്ഛൻ നേരത്തെ നിങ്ങളുടെ ഇടവകയിൽ നമ്മുടെ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു അച്ഛനാകുന്നു, കുടുംബമാകുന്നു. അച്ഛനിപ്പോൾ അച്ഛൻ്റെ 3 മക്കളോട് ചേർന്ന് ഷിക്കാഗോയിൽ താമസിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ ശുശ്രൂഷയും നമുക്കൊക്കെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇടവകയുടെ പേരിൽ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും പേരിൽ, ഇടവക ചുമതലക്കാരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഡെട്രോയിറ്റ് മാർത്തോമ ഇടവകയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നു. Happy Father's Day. I thank God for all the fathers who are assembled here today to join in this worship service. And I remember with thanks your selfless love and sacrifice to build up your generations, our parish, and also our church and to the society at large. At this time, first of all, I would like to express my profound gratitude to respected Santosh Varghese Achan, our vicar, for permitting me to lead the worship service today. Our beloved P. Chako Achan and Philip Varghese Achan, they are definitely a big blessing to our parish. I remember the days while we were serving here. 1994 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഞാനും എൻ്റെ സഹധർമ്മിണി അനിതയും ഞങ്ങളുടെ മൂത്ത മക്കൾ ജുവലും ജെമ്മും ഡിട്രോയിറ്റിൻ്റെ ഈ മിഷിഗണിൻ്റെ മണ്ണിൽ കാൽ കുത്തുന്നത്. തുടർന്ന് സഭയുടെ ക്രമീകരണം അനുസരിച്ചും അന്നത്തെ വീസ സ്റ്റാറ്റസ് അവസാനിക്കുന്ന സാഹചര്യത്തിലും 1997 ഡിസംബർ 31 വരെയുള്ള കാലയളവ് കൊണ്ട് ഈ ഇടവകയിലെ ഞങ്ങളുടെ ഔദ്യോഗിക ശുശ്രൂഷ കാലഘട്ടം പൂർത്തീകരിച്ച് 1998 ജനുവരി മാസം 6-ാം തീയതി ഈ മിഷിഗണിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നപ്പോൾ ദൈവം ദാനമായി അനുഗ്രഹിച്ച ഇളയ മകൾ ക്രിസ്റ്റൽ മോളെ കൂടെ കൂട്ടി 5 അംഗങ്ങളുള്ള ഒരു കുടുംബമായി മടങ്ങി നാട്ടിലേക്ക് പോയി. തുടർന്ന് 2003 ഒക്ടോബർ മാസം 14-ാം തീയതി എനിക്ക് വീണ്ടും ഞാൻ അന്ന് ശുശ്രൂഷ ചെയ്തിരുന്ന കോട്ടയം കൊച്ചി ഡയോസിസിൻ്റെ ഒരു സ്ഥാപനയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് കളക്ഷന് വേണ്ടി ഈ ഇടവകയിൽ ഏകദേശം 1.5 ആഴ്ച കാലം താമസിക്കാനും ആരാധനയിൽ
ഒരാഴ്ച ഇവിടെ ഈ പുതിയ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നതിനും സാധ്യമായി തീർന്നിട്ടുണ്ട്. അന്നും ഞങ്ങൾ ഈ 2025 മാർച്ച് മാസം 2-ാം തീയതി വീണ്ടും US-ൽ ചിക്കാഗോയിൽ എത്തിച്ചേരുകയും ആ മാസം തന്നെ ഞങ്ങൾ ആ മാസ അവസാനം 3-4 ദിവസങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോയതിനു ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് യാത്രയാക്കിയ ആ വേദനയുടെയും പ്രത്യാശയുടെയും അനുഭവത്തിൽ കഴിയുന്നവരെ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചു. ഈ ആഴ്ച ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1994-97 കാലയളവിൽ ഈ ഇടവകയുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സജീവ ഭാഗമായിരുന്ന പല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മോട് കൂടെയില്ല. പ്രിയപ്പെട്ട പാപ്പച്ചായൻ, ജോണിച്ചായൻ, മത്തായിച്ചൻ അങ്കിൾ, തങ്കമ്മ, ഒളിവർ ആൻറ്റി ആൻഡ് ഒളിവർ അങ്കിൾ, മാത്യു വർഗീസ്, വിന്നി, പോളങ്കിൾ, ജോസി മാത്യു, അമ്മിണി ആൻറ്റി, ഏറ്റവും ഒടുവിലായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ഷിക്കാഗോയിൽ താമസിച്ച് വന്നിരുന്നതായ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ ആൻറ്റി, ഇവരുടെയൊക്കെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയും ഈ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഇന്നും ഒരു വിങ്ങുന്ന ഓർമ്മയായി തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നതിനിടയിൽ ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അനാർബർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ ഡോക്ടർ PV ചെറിയാൻ സാറിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, കുഞ്ഞുമോൾ ആൻറ്റിയുടെ വേർപാടിന് ശേഷം സാറിന് ഇവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്ന്, ഇവിടേക്ക് വരുവാനാകുമെന്ന് നിശ്ചയവുമില്ല. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം. കുഞ്ഞുമോൾ ആൻറ്റി രോഗശയ്യയിലായിരുന്നപ്പോഴും തുടർന്ന് വേർപാടിൽ ദുഃഖത്തിലായിരുന്ന ആ സാഹചര്യത്തിലും ആ കുടുംബത്തെ സന്ദർശിക്കുകയും ആൻറ്റിയുടെ വേക്ക് സർവീസിലും ഫ്യൂണറൽ സർവീസിലും ഡിട്രോയിറ്റ് മാർത്തോമ ഇടവകയിൽ നിന്ന് അനേകർ വന്ന് പങ്കെടുത്തിരുന്നു. അനേകർ ഞങ്ങളുടെ ഭവനം സന്ദർശിച്ചിരുന്നു. ഡോക്ടർ PV ചെറിയാൻ സാറിൻ്റെയും സജീവ് ചെറിയാൻ, സുനിത ചെറിയാൻ, അവരുടെ കുടുംബങ്ങളുടെയും പേരിൽ അവർക്കുള്ള അഗാധമായ നന്ദിയും കടപ്പാടും ഞാൻ ആ പ്രിയപ്പെട്ടവരുടെ പേരിൽ ഈ അവസരത്തിൽ ഇടവക അംഗങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. ധന്യമായ ശുശ്രൂഷയുടെ, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛനും P. ചാക്കോ അച്ഛനും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വളരെ നല്ല പിൻബലം നൽകിയിരുന്ന, കൂട്ടായ്മ നൽകിയിരുന്ന, വളരെ പ്രൗഢമായ സഭയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഇവിടെ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും സജീവമായി ഇടവക ശുശ്രൂഷകളിൽ പങ്കുചേർന്നിരുന്ന വ്യക്തിത്വങ്ങളാണ്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം, പ്രിയ LC കൊച്ചമ്മ ഇന്ന് നമ്മുടെ ഒപ്പമില്ല, രോഗശയ്യയിലാണ്. സാന്നിധ്യത്തിൽ കൊച്ചമ്മയെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജോയ്സൻ അങ്കിളിൻ്റെ വേർപാട് തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും നടുക്കുന്ന ഒരു വേർപിരിയലായിരുന്നു. 87 വർഷക്കാലം
ദൈവവചനം പറയുന്ന കാലയളവനുസരിച്ച് കാലദൈർഘ്യം കണക്കാക്കിയാൽ ഒരു നല്ല പ്രായത്തിൽ ഉള്ള വേർപിരിയൽ എങ്കിലും വളരെ ആകസ്മികമായ, അദ്ദേഹം സജീവമായ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനും പിൻപിൽ നിന്ന് മുൻപിലുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഉപദേശിക്കുവാനും ഒക്കെ സന്മനസ്സ് കാട്ടിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്കിളിനോടുള്ള കടപ്പാട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വളരെ അധികമാണ്. ഞങ്ങൾ ആദ്യമായി ഡിട്രോയിറ്റിൽ വന്ന് ഏതാണ്ട് 1.5 ആഴ്ചക്കാലം ജോയ്ച്ചൻ അങ്കിളിൻ്റെ ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കുസൃതികളും അവർ സൃഷ്ടിക്കുന്നതായ അസൗകര്യങ്ങളും ഒന്നും പരിഗണിക്കാതെ ആ കുടുംബം ഞങ്ങൾക്ക് മാത്രമല്ല, ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മുൻപ് ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള E.J. ജോസഫ് അച്ഛൻ, അതുപോലെ അതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കൊക്കെ, അതിനുശേഷം വന്ന പ്രിയപ്പെട്ട സന്തോഷ് വർഗീസ് അച്ഛൻ വരെയുള്ള എല്ലാ അച്ഛന്മാർക്കും യാതൊരു വിധമായ കക്ഷിത്വമോ മറ്റു വിധത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളോ കൂടാതെ അദ്ദേഹം അച്ഛന്മാർക്ക്, ഇടവകയിലെ ചുമതലക്കാർക്ക് വളരെ നല്ല കരുതലും പ്രോത്സാഹനമൊക്കെ നൽകിയിരുന്ന ഒരു ജീവിതത്തിൻ്റെ മാതൃകയാണ്. ആ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇവിടെയുള്ള കടന്നുവരവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുന്ന് ഇവിടെയും ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് പ്രവർത്തിച്ച ചെന്നിത്തലയിലും ഞങ്ങൾക്കേറെ പ്രിയങ്കരരായ അലൻ ജി ജോണും സുനുവും ഞങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിലൊക്കെ വേണ്ട ഞങ്ങൾക്ക് സപ്പോർട്ട് ഓഫ് അഫിഡവിറ്റൊക്കെ നൽകി ഞങ്ങളെ സഹായിച്ച സ്നേഹിതരാണ്. ആ ഒരു നല്ല സൗഹൃദത്തെ, കരുതലിനെ ഞാൻ ഈ അവസരത്തിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ ഞങ്ങളെ കരുതാനും സ്നേഹിക്കാനും ഞങ്ങളെ പാർപ്പിക്കുവാനും വാഹനം ക്രമീകരിച്ച് പോകേണ്ടിടത്തൊക്കെ കൊണ്ടുപോകുവാനും ഒക്കെ സന്മനസ് കാട്ടിക്കൊണ്ടിരിക്കുന്നതായ നിരവധി പേര് ഈ അവസരത്തിൽ ഉണ്ട്. അവരെയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അത് മനഃപൂർവ്വമല്ല എന്ന് നിങ്ങൾ ദയവായി കരുതി നിങ്ങളത് പൊറുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യൻ ശ്രീ മാത്യു എബ്രഹാം, അതുപോലെ ശ്രീ KK ജോർജി മാത്യൂസ്, ശ്രീ PS ജോർജ് ആൻഡ് ഫാമിലി, ശ്രീ ജോസ് കോശി ആൻഡ് ഫാമിലി, ശ്രീ ഡോക്ടർ സോമൻ ചാക്കോ ആൻഡ് ഫാമിലി, ജോർജ് തോമസ് ആൻഡ് ഫാമിലി, വിനോദ് ആൻഡ് ഫാമിലി, ആൻഡ് ബിപി ആൻഡ് ഫാമിലി, ഇവരെല്ലാവരും ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ, അതായത് 23rd ഏർലി മോർണിംഗിൽ മാത്രമേ ഞങ്ങൾ മടങ്ങിപ്പോകുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ള ഞങ്ങളുടെ ഇവിടെയുള്ള താമസം ഞങ്ങളെ ആതിഥ്യമരുളുകയും ഞങ്ങളെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും ഞങ്ങളെ വാഹനങ്ങൾ തന്ന് സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളോടുള്ള കടപ്പാട്, നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെയും സഹധർമ്മിണി അനിതയുടെയും പ്രിയ മക്കൾ ജുവൽ, ജം ആൻഡ് ക്രിസ്റ്റൽ, അവരുടെയും പേരിൽ ഈ ഇടവകയോടുള്ള സ്നേഹഭാവുകങ്ങൾ ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലവണക്കാം. വചനമായ ദൈവമേ, ഞങ്ങളെ പ്രതി അവിടുന്ന് ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ച് ഞങ്ങളെ ദൈവമക്കളാക്കി തീർക്കുവാൻ സന്മനസ്സായ തൻ്റെ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയം, ഈ വിശുദ്ധ ആരാധന മധ്യേ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പൊരുളുകളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ നീ പ്രകാശിപ്പിച്ച് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും
ഹൃദയത്തിലെ നിരൂപണകളും അങ്ങക്ക് പ്രസാദകരമായി തീരുവാൻ കൃപ ചെയ്യണമേ. യേശുമിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ആമേൻ. Today we celebrate one of the greatest mysteries of Christian faith, the Holy Trinity. പരിശുദ്ധ തൃത്വം, സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്നതാണ് ഇന്ന് സഭ ധ്യാന വിഷയമായി ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. വേദ പാരംഗതരായ പണ്ഡിതരായ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ സ്വയ പരിശ്രമം കൊണ്ട് ദൈവവചനം വളരെ ആഴമായി പഠിക്കുവാൻ ശ്രമിക്കുന്ന വളരെ പ്രബുദ്ധമായ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മുൻപിൽ ഏത് ഒരു വ്യക്തിയും പ്രസംഗിക്കുവാൻ പ്രയാസപ്പെടുന്ന ദുഷ്കരമായ ഒരു വിഷയമാണ് പരിശുദ്ധ തൃത്വത്തെ സംബന്ധിച്ച വചന ശുശ്രൂഷ നിർവഹിക്കുക എന്ന് പറയുന്നത്. ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല. എല്ലാവരും ഈ വിഷയം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണിത്. സഭയുടെ ചരിത്രത്തിൽ ഡോക്ടർ ഓഫ് ചേർച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടത്തക്ക രീതിയിൽ അഗാധമായ ദൈവശാസ്ത്ര പഠനങ്ങളും രചനകളും പ്രസംഗങ്ങളും നിർവഹിച്ച 4-5 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ, സെയിൻറ്റ് അഗസ്റ്റിൻ. One day he was walking by the side of a seashore. While he was walking, he saw a small boy collecting water in a shell from the sea and coming to the seashore and digging a hole and emptying it. When Augustine saw this repeated action of this boy, Augustine curiously asked him, "Dear child, what are you doing?" He said, "I am trying to empty this ocean." പെട്ടെന്ന് അഗസ്റ്റിൻ്റെ മനസ്സിലേക്ക് ഒരു വലിയ ചിന്ത കടന്നു വന്നു. താനിപ്പോൾ ഈ കടൽ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാനാകും? ഹൗ ക്യാൻ ഐ ഡിഫൈൻ ദ ഹോളി ട്രിനിറ്റി and explain it to the common people? Then he realized that his attempt was not bigger than this boy's attempt to empty the sea water in a shell. ദൈവവചനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമല്ല ഹോളി ട്രിനിറ്റി എന്ന പദം. Never and ever the Holy Bible mentions the phrase Holy Trinity. But from the book of Genesis to book of Revelation, from the beginning to the end of the Holy Bible, we can see the active presence and the involvement of God the Father, God the Son, and God the Holy Spirit. So, when the church celebrates this Sunday as
Trinity Sunday, let us remember that God Himself has, though He is the one and only Godhead, He reveals Himself to us in three persons: God the Father, God the Son, and God the Holy Spirit. God the Father, who is the Creator God, God the Son, who is the Redeemer, and God the Holy Spirit, who is the guide and comforter of each and every believer. എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ 3 ഇടങ്ങളിൽ മാത്രമാണ് പരാമർശിച്ച് കാണുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിലാണ്, 19-20 വാക്യങ്ങളിൽ പറയുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെ അവരെ പഠിപ്പിച്ചും സകല ജാതികളെയും എൻ്റെ ശിഷ്യർ ആക്കിക്കൊള്ളണം. ഇവിടെ യേശു കർത്താവ് ഒരേ ഒരു പ്രാവശ്യം ഈ ദൈവത്തിൻ്റെ ഏകസത്യ ദൈവമായ ദൈവത്തിലെ 3 ആളത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഈ 3 ആളത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ തെറ്റായി ധരിക്കാൻ ഇടയാകരുത്. 3 ദൈവങ്ങളല്ല. നാം ഏറ്റുപറയുന്നതായ നിക്യ വിശ്വാസ പ്രമാണം AD 325 രൂപപ്പെടുത്തുന്നതിൽ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളെക്കുറിച്ചും ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ഏക സത്യദൈവം 3 ആളത്വങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു എന്ന് ആ വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തുവാനൊരു സാഹചര്യം ഉണ്ട്. ആ സാഹചര്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിലവിലിരുന്നതായ വിവിധ സിദ്ധാന്തങ്ങൾ വേദ വിപരീതങ്ങളും പാഷണ്ഡോപദേശങ്ങളുമായി കരുതപ്പെടുന്നതായ വേദവിപരീതങ്ങൾ അന്നത്തെ സഭാഗാത്രത്തെ വളരെ അസ്വസ്ഥമാക്കുകയും അനൈക്യത്തിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും നയിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് ക്രിസ്തു സഭ പിന്തുടരേണ്ടതായ വിശ്വാസ പ്രമാണം എന്ന കൃത്യമായി പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും സഭയെക്കുറിച്ചും കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും വീണ്ടും വരവിനെക്കുറിച്ചും പ്രഖ്യാപിക്കുന്നതായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനത്തിലുണ്ട്. തന്നെയല്ല, നമ്മുടെ ആരാധനകൾ ആരംഭിക്കുന്നത് നമ്മൾ ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ എന്നുള്ളതായ ആ ഒരു മഹത്വീകരണ പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മുടെ ആരാധനകൾ ആരംഭിക്കുന്നത്. എല്ലാ വിശുദ്ധ കൂദാശകളും പൂർണ്ണമാക്കപ്പെടുന്നത് തൃത്വനാമത്തിൽ മുദ്രയിടപ്പെടുന്നതായ ആ ആശീർവാദത്തിലൂടെയാണ് എന്നതും നാം അറിയുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ഈ പരിശുദ്ധ തൃത്വത്തെ പരാമർശിക്കുന്നു എന്നത് നാം അറിയുന്നു. എന്നാൽ അന്ന് ഇത് രൂപപ്പെടുത്തുമ്പോൾ, വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തുന്നതായ കാലഘട്ടത്തിൽ സാഹചര്യം വളരെ
ആശയക്കുഴപ്പം, കൺഫ്യൂഷൻസ് നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഒന്നാമത് മോണോത്തിയിസം എന്ന് പറയുന്നതായ ദൈവം ഏകനാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം, ദർ ഈസ് ഓൺലി വൺ ഗോഡ് എന്ന് പറയുന്നതായ തിയറി. രണ്ടാമത് ട്രൈറ്റിയിസം, അതായത് 3 ദൈവങ്ങളുണ്ട് എന്ന രീതിയിൽ. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ദേ ആർ 3 ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് എന്ന് പഠിപ്പിച്ചിരുന്നതായ അല്ലെങ്കിൽ ഉപദേശിച്ചിരുന്നതായ ഒരു കാലഘട്ടം. ഭാരതീയ മത പാരമ്പര്യങ്ങളിലും നാം അങ്ങനെയുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ നടത്തുന്ന ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ തുടങ്ങിയ ആ ത്രിമൂർത്തി സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ ട്രിനിറ്റി, ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രിനിറ്റി ഈസ് നോട്ട് ദിസ് ത്രിമൂർത്തി അണ്ടർസ്റ്റാൻഡിങ്. There is only one God, but that one God reveals himself to us in 3 persons, but they are working together. Their relationship is always togetherness. അവിടെ പാരസ്പരികതയുടെ, സ്നേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്താവിഷയത്തിന് പറയുന്നത് തന്നെ പരിശുദ്ധ തൃത്വം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഒരു ദുരുപദേശം അന്ന് നിലവിലിരുന്നത് സബോർഡിനേഷനിലിസം എന്ന് പറയുന്നതായ ഒരു ചിന്താഗതിയാണ്. അതായത് അറ്റ് ദ ടോപ്പ് ഗോഡ് ദ ഫാദർ, then below him there is God the Son, and at the lowest level God the Holy Spirit എന്നിങ്ങനെ പറഞ്ഞിരുന്നതായ പിതാവായ ദൈവം പരമാധികാരി, അവനേക്കാൾ ചെറുത് പുത്രനായ ദൈവം, അതിനേക്കാൾ ചെറുത് പരിശുദ്ധാത്മാവായ ദൈവം. അരിയൂസ് തുടങ്ങിയതായിട്ടുള്ള ദുരുപദേശക്കാർ അവർ പ്രചരിപ്പിച്ചതായ ഏരിയനിസവും മറ്റും അതിൻ്റെ ഒരു അനുഭവമാണ്. ഏതാണ്ട് സമാനമായ ചിന്താഗതിയാണ് നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ രൂപമെടുത്ത യഹോവാ സാക്ഷികൾ പോലെ, ജഹോവാസ് വിറ്റ്നസ് പോലെയുള്ള സഭകൾ എന്നതിനെ വിശേഷിപ്പിക്കാറില്ല എന്ന സമൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള ഉപദേശവും എന്ന് ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഞാൻ ഈ ഒരു വിഷയം സംബന്ധിച്ച് 3 ചിന്തകൾ വളരെ വേഗത്തിൽ ജസ്റ്റ് പരാമർശിച്ച് മാത്രം എൻ്റെ ഈ ഒരുമിച്ചുള്ള തിരുവചനാധ്യാനം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പരിശുദ്ധ തൃത്വത്തെ സംബന്ധിച്ചതായ ഉപദേശങ്ങൾ ചിന്തിക്കുന്ന അവസരത്തിൽ ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട 3 ചിന്തകൾ. ഒന്ന്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ വി ലേൺ ഫ്രം the celebration of Holy Trinity is that, like the Holy Trinity, we also can live and work together as one family of God. Though we find God the Father, God the Son, and God the Holy Spirit as 3 different persons, but one God. 1 plus 1 plus 1 is arithmetically 3, but in Christian theology it is 1 എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുഭവം. അപ്പം ഈ 3 ആയിരിക്കുമ്പോഴും, 3 ആളത്വങ്ങളുള്ളവനായിരിക്കുമ്പോഴും ഏക സത്യദൈവമായി നമുക്ക് വെളിപ്പെടുത്തുന്ന സത്യമാണ് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടത്. ആ മാതൃക
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിലെ ഐക്യത ഇന്ന് ദൈവജനമായ നാമും ലോകത്തുള്ള എല്ലാ ജനസമൂഹങ്ങളും തമ്മിൽ രൂപപ്പെടേണ്ടത് ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ദിസ് ഈസ് ബിക്കോസ് വി ഓൾ ബെയർ ദി ഇമേജ് ഓഫ് ഗോഡ് ഇൻ അസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വഹിക്കുന്നവരായ നാം പരിശുദ്ധ തൃത്വത്തിലെ ആളത്വങ്ങളെപ്പോലെ ഭിന്നതകൾ കൂടാതെ ഒന്നായി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പിനായിട്ടുള്ള പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ സഹകാരികളും കൂട്ടുവേലക്കാരായി കോവർക്കേഴ്സായി നാം നിലകൊള്ളേണ്ടതും ആണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, the celebration of Holy Trinity reminds us that despite our different talents, our different gifts, and different levels of education, social and economic levels, we can live and work together for our salvation and for the salvation of the whole universe. അപ്പം ഇവിടെ നമുക്ക് ഒക്കെ നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ, നാം പരിശുദ്ധ തൃത്വത്തിലെ ആളത്വങ്ങളെക്കുറിച്ച് സൃഷ്ടാവായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം നമ്മെ പുതുക്കുകയും എന്നേക്കും നമ്മോടുകൂടെ ഇരുന്ന് സകല സത്യത്തിലും നമ്മെ നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവം എന്നിങ്ങനെ ദൈവത്തിൻ്റെ ആളത്വത്തിലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും അവർ ഒന്നായിരുന്നത് പോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ താലന്തുകളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മൾ ചെയ്യുന്ന ജോലികളുമൊക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണയാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള മാതൃക ധ്യാനം നമുക്ക് നൽകുന്നത്. മൂന്നാമതായി, the Holy Trinity reminds us that if we remain united, our different personalities become our strength. നാം ഒന്നിച്ച് ആയിരുന്നാൽ നമ്മുടെ വൈവിധ്യങ്ങൾ, നമ്മുടെ വ്യക്തിത്വങ്ങളിലെ വ്യത്യസ്തതകൾ അത് ഒരു ബലഹീനതയായിട്ടല്ല മാറുക, ഈ വൈവിധ്യങ്ങളൊക്കെ നമ്മുടെ കരുത്തായി മാറും എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ വാച്ച് ചെയ്തതായ ഒരു യൂട്യൂബ് വീഡിയോ മലയാളികൾക്കും ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനം കൊള്ളാവുന്ന ഡോക്ടർ എബ്രഹാം വർഗീസ് എന്ന പ്രശസ്തനായ ഡോക്ടർ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ, പ്രസംഗകൻ എന്നൊക്കെ ഉള്ള നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ കമൻസ്മെൻറ്റ് അഡ്രസ്സ് നടത്തുന്നതായ അവസരത്തിൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ആ സമൂഹത്തോട് ഒരു വ്യത്യസ്തമായത്, നമുക്കറിയാം അമേരിക്ക ഈസ് എ കൺട്രി ഓഫ് ഇമിഗ്രൻസ്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന്, നാനാ രാജ്യങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ വന്നു ചേരുകയും പൗരരായി ഒരുമിച്ച് ജീവിക്കുകയും വളരുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ സംസ്കാരം അമേരിക്കയുടെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരത്തെ അദ്ദേഹം ഹാർവാർഡിൽ കമൻസ്മെൻറ്റ് അഡ്രസ്സിൽ അദ്ദേഹം പറയുന്നു, ദ സ്ട്രെങ്ത് ഓഫ് അമേരിക്ക ഈസ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ആൻഡ് he went on detailing the tremendous contributions various races and nationalities have contributed to the United States of America. അപ്പോൾ ഈ നിലകളിൽ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഇടവകയിലെ എല്ലാവരും വ്യത്യസ്തമായ കഴിവുകൾ, എല്ലാവർക്കും
ഇവർ പാടുന്നത് പോലെ മധുരമായി പാടുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നിങ്ങളിൽ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. മറ്റ് പലർ ഏർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രൊഫഷൻ തുടരുവാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ എല്ലാവരുടെയും കഴിവുകൾ സമഞ്ജസമായി നാം ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു ഇടവക സമൂഹം, സഭാ സമൂഹം എന്ന നിലയിൽ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ചെറുപതിപ്പുകളായി നിലകൊള്ളുവാൻ സാധിക്കും എന്നതാണ് നാം ഓർക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ ഞായറാഴ്ചയിലെ ധ്യാനത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ദൈവഭക്തനായ മനുഷ്യൻ്റെ വളരെ പ്രശസ്തമായ ഒരു പ്രാർത്ഥന, വളരെ സിമ്പിളായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഞാൻ ഉപസംഹരിക്കുകയാണ്. അതിങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്: മോസ്റ്റ് ഹോളി ട്രിനിറ്റി, ഹൂ ലിവ്സ് ഇൻ മീ, ഐ പ്രൈസ് യു, ഐ വർഷിപ്പ് യു, ഐ അഡോർ യു ആൻഡ് ഐ ലവ് യു. എന്നിൽ വസിക്കുന്ന, എന്നിൽ ജീവിക്കുന്ന പരിശുദ്ധ തൃത്വമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ശ്രേഷ്ഠമായ ദർശനം ദൈവജനം എന്ന നിലയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമ്മുടെ പാരസ്പരികതയെയും പുഷ്ടിപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ദർശനമായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.